ഇവിടെ പല കാര്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കണ്ടോ, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ഈ 3-4 വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ എത്രമാത്രം കാര്യങ്ങളും കവർന്ന് കിട്ടും. പിതാവിനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ധ്യാനിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. നമുക്ക് പിന്നെയും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 5-6 വാക്യങ്ങളിൽ, മത്തായി 3-ന്റെ 5-6 വാക്യങ്ങൾ. അന്ന് യെരുശലേമ്യരും യഹൂദിയ ദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും, അതിനർത്ഥം ആയിരക്കണക്കിന് ആളുകൾ, അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്തെത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പരീശന്മാരും ശാസ്ത്രികളും പോലെയുള്ള ചില ആളുകളെ യോഹന്നാൻ അവിടെ സ്നാനപ്പെടുത്തിയില്ല. അവൻ അവരോട് പറഞ്ഞു, സർപ്പസന്തതികളെ, ഇവിടെ വരുവാനായിട്ട് നിങ്ങളെ ഉപദേശിച്ചതാരാണ്? അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞവരെ മാത്രമേ അവൻ സ്നാനപ്പെടുത്തിയുള്ളൂ. നിങ്ങൾ യോർദാൻ്റെ കരയിലേക്ക് അന്ന് പോയിരുന്നെങ്കിൽ ഒരു നീണ്ട നിര നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് വാങ്ങാൻ പോയാൽ അവിടെ നീണ്ട നിര കാണുന്നത് പോലെ ഇവിടെ ഒരു നീണ്ട നിര ഉണ്ട്. യോർദാൻ്റെ കരയിൽ ഇതുപോലൊരു വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. അവരെല്ലാവരും പാപികളായിരുന്നു. എന്തുകൊണ്ടാണ് ഈ നീണ്ട നിരയിൽ യേശു പോയി നിന്നത്? സ്നാനപ്പെടാൻ വേണ്ടി. ഒന്നാമത്, ആളുകൾ അവനെ തെറ്റിദ്ധരിച്ചു കാണും. ഒരുപക്ഷെ പിശാച് അവനോട് പറഞ്ഞു കാണും, അവൻ്റെ തന്നെ ചിന്ത അവനോട് പറഞ്ഞു കാണും, നീ ഇവിടെ പോയി നിന്നാൽ ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കും നിൻ്റെ ജീവിതത്തിൽ ഏതോ രഹസ്യപാപം ഉണ്ടെന്ന്. അവനിൽ ഒരു പാപവും ഇല്ലായിരുന്നു. മനഃപൂർവ്വമായതോ മനഃപൂർവ്വമല്ലാത്തതോ രഹസ്യമായ പാപം ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അവൻ്റെ ബുദ്ധി അവനെ ഉപദേശിച്ചാണ്, നീ എന്തുകൊണ്ടാണ് രാത്രിയിലോ മറ്റോ പോയി യോഹന്നാനെ കാണാത്തത്? ആരും കാണാതെ സ്നാനപ്പെട്ടാൽ പോരെ? ഇല്ല, അവൻ ആ പകൽ തന്നെ പോയി. തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് അവൻ നിന്നു കൊടുത്തു. കാരണം പിതാവ് പറഞ്ഞു, പോയി ആ ലൈനിൽ നിന്ന് സ്നാനമേൽക്കുക. ഞാൻ അവിടുന്ന് ഒരു പാഠം പഠിച്ചു. ദൈവം എന്നോട് എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞാൽ, മറ്റാരെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് ഞാൻ പേടിച്ചാൽ, അങ്ങനെ അത് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ മനുഷ്യനെന്നെ തെറ്റിദ്ധരിക്കാത്ത ഒരു രീതിയിൽ അത് ചെയ്താൽ എനിക്ക് പിതാവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞു കാണുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. കാരണം അവൻ നമ്മളെപ്പോലെ ആയിരുന്നു. നീ അവിടെ നിന്നാൽ നിന്നെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഓർക്ക് അവരെല്ലാവരും പാപികളാണ്. അവരുടെ പാപത്തെ ഏറ്റുപറയാണ് അവൻ. അവനെന്താണ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞെന്നറിയാം. യോഹന്നാൻ സ്നാപകൻ തന്നെ അവനോട് പറഞ്ഞു, യേശു ആ ലൈനിൽ നിന്ന് അവൻ്റെ അടുക്ക് ചെന്നപ്പം, നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുമോ ഈ നീണ്ട നിര? ആളുകൾ അവിടെ ഒന്നൊന്നായിട്ട് നിൽക്കുന്നു. അതിൻ്റെ നടുക്ക് യേശു നിൽക്കുന്നു. ഓരോരുത്തരായിട്ട് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. യോഹന്നാനെ ഞാനിതെല്ലാം ചെയ്തു. ശരി, സ്നാനപ്പെടുത്തിയ അടുത്ത ആൾ. യോഹന്നാനെ ഞാനിതെല്ലാം ചെയ്തു. അവിടെ പറയുന്നു അവരവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാണ് സ്നാനമേറ്റത്. ശരി, അടുത്ത ആൾ. യേശു വരുന്നു. യോഹന്നാന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൻ പറഞ്ഞു, എനിക്ക് നിന്നാലാ സ്നാനമേക്കേണ്ടത്. 15-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. യേശു സ്നാനപ്പെടുന്നതിൽ ഒരു നീതി ഉണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി ആളുകൾ അവർ ഒരു ശിശുവായിരിക്കും അവരെ സ്നാനമേൽക്കുന്നു. അവർ ചോദിക്കുന്നു, ഇനിയും അവർ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ. എന്നാൽ ഇപ്രകാരം സ്നാനമേൽക്കുവാനായിട്ട് തൻ്റെ പിതാവ് തന്നോട് പറയുന്നത് യേശു മനസ്സിലാക്കി. അങ്ങനെ ഒരു ദൈവവചനമില്ല. പഴയ നിയമത്തിൽ ഒരിടത്തും പോയി സ്നാനപ്പെടണം എന്നുള്ളൊരു ദൈവവചനമില്ല. അവരുടെ ചുരുളുകളിൽ അങ്ങനെ എഴുതിയിരുന്നില്ല. എന്നാൽ അത് അവൻ്റെ ഹൃദയത്തിൽ അവന് ബോധ്യമായി. അവന് യോഹന്നാൻ സ്നാപകനെ പിതാവാണ് അയച്ചെന്ന് അവൻ അറിയാമായിരുന്നു. യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചതാണ് എന്ന് വിശ്വസിക്കാതിരുന്നവരാണ് യോഹന്നാനെ തിരസ്കരിച്ച് കളഞ്ഞത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യേശു അവിടെ പോയിരുന്നില്ലെങ്കിൽ
ആളുകൾ ചിന്തിച്ചേനും യേശുവും യോഹന്നാൻ സ്നാപകനെ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവനൊരു ദൈവമനുഷ്യനായിരിക്കുകയില്ല. എന്നാൽ യേശു ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് നിന്നുകൊടുത്തു. ഇവനെ ദൈവം അയച്ചതാണെന്ന് ഈ ലൈനിൽ നിന്നുകൊണ്ട് ഞാൻ അംഗീകരിക്കുകയാണ്. അവൻ സ്നാനപ്പെട്ടപ്പം തെളിയിച്ച ഒരു കാര്യമായിരുന്നു അത്. ഈ മനുഷ്യനെ ദൈവം അയച്ചതാണ്. അങ്ങനെ അവനത് ചെയ്തു. അവന് സ്നാനപ്പെടേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നമുക്കറിയാം സ്നാനത്തിൻ്റെ അർത്ഥം. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് സ്നാനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ അവർ സ്നാനപ്പെട്ടപ്പോൾ പാപം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് സ്നാനപ്പെട്ടത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് വേറെ ചില കാര്യമായിരുന്നു. യോഹന്നാൻ 6:8 യേശു പറഞ്ഞു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു. അത് പാപം ഏറ്റു പറയുന്നതല്ല, കാരണം അവനിൽ പാപമില്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ 6:38 ഇതായിരുന്നു യേശുവിൻ്റെ സ്നാനത്തിൻ്റെ അർത്ഥം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനത്ര ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചത്. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ അത് ചെയ്യില്ല, പിതാവിന് പ്രസാദമുള്ള മാത്രം. അങ്ങനെയാണ് അവൻ 30 കൊല്ലം ജീവിച്ചത്. തന്നെ തന്നെ ഒരിക്കലും അവൻ പ്രസാദിപ്പിച്ചില്ല. അത് റോമാലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം വാക്യത്തിൽ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ പിതാവിനെ പ്രസാദിപ്പിക്കാം, അല്ലെങ്കിൽ എന്നെ തന്നെ പ്രസാദിപ്പിക്കാം. യേശുവിനെ അറിയാമായിരുന്നു തന്നെ തന്നെ പ്രസാദിപ്പിച്ചാൽ പിതാവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും അവൻ്റെ ഇഷ്ടം അവൻ ചെയ്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു, ഞാൻ ഈ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ അവനെ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ഇനിയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാത്രം ജീവിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാദൃശ്യമാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അത് സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നതും, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ഞാൻ സ്വന്തം ഇഷ്ടം ചെയ്യുകയില്ല. സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്നു. മറ്റുള്ളവരെന്നെ ക്രൂശിക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നു, മറ്റുള്ളവരെന്നെ അടക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് എനിക്ക് നേരെ ചെയ്യട്ടെ, എന്നെ കൊല്ലട്ടെ. നിങ്ങളൊരു മനുഷ്യനെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ അവനെ കൊല്ലുകയാണ്. യേശു ഇങ്ങനെയും കൂടിയാണ് പറയുന്നത്, മറ്റുള്ളവർ എനിക്ക് നേരെ മോശമായി ചെയ്യട്ടെ, എനിക്കറിയാം എൻ്റെ പിതാവ് എന്നെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. അതായിരുന്നു യേശുവിൻ്റെ സ്നാനത്തിൻ്റെ അർത്ഥം. തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് അവന് സമ്മതമായിരുന്നു. മറ്റുള്ളവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. നമുക്കിന്ന് അതിൻ്റെ ഉത്തരം അറിയാവുന്നത്. പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞു. റോമാലേഖനം 6-ഉം യോഹന്നാൻ 6:38 ഒക്കെ എഴുതപ്പെട്ടു. റോമാലേഖനം 15:3 എഴുതപ്പെട്ടു. അതുകൊണ്ട് നമുക്കറിയാം. ആ കാലത്ത് ജീവിച്ചവർക്ക് അതറിയില്ലായിരുന്നു. അത് കർത്താവിനൊരു വിഷയമേ ആയിരുന്നില്ല. പിതാവ് യേശുവിൽ പ്രസാദിക്കാനുള്ള മറ്റൊരു കാരണം ഇതായിരുന്നു. ഒരു കാര്യം പിതാവ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമോ എന്ന് വിചാരിച്ച് അവനതിൽ നിന്ന് പിന്മാറിയില്ല. എന്താണ് പിതാവ് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് അവൻ ചെയ്യും. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. എന്തായിരുന്നു പിതാവിന് പ്രസാദിക്കാനുള്ള കാരണം? അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഇത് നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അത് പറയാം. ആ 30 കൊല്ലം അവൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം, എബ്രായർ 4:15. അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും അവൻ പാപം ചെയ്തില്ല. 30 കൊല്ലം യേശു ചെയ്ത മറ്റൊരു കാര്യം ഇതായിരുന്നു, എല്ലാ തരത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. 2 വയസ്സുകാരനെ പോലെ, 5 വയസ്സുകാരനെ പോലെ, ഒരു 10 വയസ്സുകാരനെ പോലെ, ഒരു 15 വയസ്സുകാരനെ പോലെ. 15 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 19 വയസ്സുള്ളവരോ 20 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? യേശു നിങ്ങളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അതുപോലെ തന്നെ കൂടുതൽ ശക്തിയോടെ, കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ആ നിർമ്മലതയിൽ നിന്നാണ് അവൻ വന്നത് ഈ ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം അവൻ അനുഭവിച്ചു. അവൻ ഈ അശുദ്ധമായ ഭൂമിയിലാണ് വന്ന് ജനിച്ചത്. അവൻ അതിനോട് എതിർത്ത് നിന്നു. അത് പ്രയാസമുള്ളതാണോ? അവൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എബ്രായർ 5:7 അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു ചെറുപ്പക്കാരനായി അവൻ പരീക്ഷിക്കപ്പെട്ടപ്പം അവൻ എവിടെയെങ്കിലും പോയിരുന്ന് സഹായത്തിനായിട്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, കൗമാരക്കാർക്കും 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ആ പരീക്ഷകൾ. അവൻ അതിനോട് എതിർത്തു നിന്നു. പിതാവ് അത് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരുന്നു.
അത് ഏതാണ്ട് 30 വർഷത്തോളം പിതാവ് സന്തുഷ്ടനായി. ആ സമയത്ത് അവൻ പ്രസംഗിച്ചില്ല, അത്ഭുതം ചെയ്തില്ല, ഒരു പുസ്തകവും എഴുതിയില്ല. ഇന്ന് ആളുകൾ ശുശ്രൂഷ എന്ന് പറയുന്ന ഒന്നും അവൻ ചെയ്തില്ല. ഇന്ന് മനുഷ്യൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെയാണ് പ്രശംസിക്കുന്നത്. അവനൊരു വലിയ ശുശ്രൂഷയുണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള വരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. യേശു മടങ്ങി വരുന്ന സമയത്ത് വലിയ ശുശ്രൂഷകൾ ചെയ്തവരെ ആയിരിക്കില്ല ദൈവം പ്രശംസിക്കുന്നത്. സത്യം പറഞ്ഞാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അനേക മുൻപന്മാർ പിൻപന്മാരാകും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തും അനേക ആളുകൾ അവർ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ കൊണ്ടോ അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വൻകാര്യങ്ങൾ കൊണ്ടോ നിങ്ങളവരെ പൊഴുത്തുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവരവസാനമായി പോകാം. അവർ ചിലർ ദൈവരാജ്യത്തിലെ കാണുകയില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയല്ല അവൻ വിലമതിക്കുന്നത്. 30 കൊല്ലം യേശു ഒരു ശുശ്രൂഷയും ചെയ്തില്ല. എങ്കിലും പിതാവ് പറഞ്ഞ് ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ ആഗ്രഹം അവനെ പ്രസാദിപ്പിക്കുകയാണ്. കാരണം അന്ത്യന്യായവിധി നാളിൽ അത് മാത്രമേ പ്രധാനപ്പെട്ടായിട്ടുള്ളൂ. ഞാൻ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ശുശ്രൂഷയല്ല പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ്. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് അനേക മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുന്നു? ഒരാൾ ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവരെ ചെറിയവരായിട്ട് കാണാം. അവർ സഭയുടെ മുമ്പിൽ നിന്ന് ഇതും അതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അവനെ കാണുന്നില്ല. എന്നാൽ അവരുടെ വീട്ടിൽ അവർ വളരെയധികം വിശ്വസ്തരായിരിക്കാം. ഒരുപക്ഷെ ഒരു സഹോദരി, അവൾ വളരെ ദൈവഭക്തിയും അവൾ യഥാർത്ഥമായിട്ടും തൻ്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തുകയും അവളുടെ ഭർത്താവിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുന്നു എന്ന് കരുതുക. ദൈവം അത് കാണും. ദൈവം പറയും, എനിക്ക് എത്ര സന്തോഷമാണ് എൻ്റെ ഈ പ്രിയ മകൾ, അവൾ എത്ര ഭക്തിയോടെ ജീവിക്കുന്നു. അവളത് ചെയ്യുന്നത് എന്നെ പ്രസാദിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം കൊണ്ടാണ്. അന്ത്യന്യായവിധിയിൽ ദൈവം അവളെ മുന്നേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതാരാണ്? സഭയിൽ വെച്ച് ഞാൻ അവളെക്കുറിച്ച് ഇങ്ങനെ കരുതിയില്ല. നീ കണ്ടില്ലായിരിക്കും, എന്നാൽ ദൈവം കണ്ടു. കാരണം അവൻ അവളുടെ രഹസ്യ ജീവിതമാണ് കണ്ടത്. അതുകൊണ്ട് സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ ഉത്സാഹത്തിനായിട്ട് ഞാൻ പറയുകയാണ്, ഈ സഭയിൽ ഒന്നാമതായിട്ടുള്ള പലരും അവസാനമാകും. എല്ലാവരും അല്ല, യേശു ഇങ്ങനെയല്ല പറഞ്ഞു, മുൻപിലുള്ള എല്ലാവരും പിൻപിലാകുമെന്നല്ല, അനേക മുൻപന്മാർ പിൻപന്മാരാകും. പിമ്പിലുള്ള എല്ലാവരും മുമ്പിലാകുമെന്ന് അവൻ പറഞ്ഞില്ല, അനേക പിൻപന്മാർ മുൻപന്മാരാകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സഭയിൽ പിമ്പിലുള്ള എല്ലാവരും മുമ്പിലാകുമെന്നല്ല, മുമ്പിലുള്ള എല്ലാവരും പിമ്പിലാകുമെന്നല്ല. എന്നാൽ ഞാനിത് വിശ്വസിക്കുന്നു, അനേക മുൻപന്മാർ പിൻപന്മാരാകും, പിന്നിലുള്ള അനേകർ മുമ്പന്മാരുമാകും. കാരണം അറിയപ്പെടാൻ ചിലർ ആഗ്രഹിക്കുന്നത് അവൻ കാണുന്നു. ഞാൻ കാണുന്നു CFC സഭയിലുള്ള അനേക മൂപ്പന്മാർ അവർ മൂപ്പന്മാരാണെന്ന് മറ്റുള്ളവരെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സാധാരണ സഹോദരനല്ല, ഞാനൊരു റബിയാണ്. ശരി, ദൈവം കാണുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ മുമ്പന്മാരാകുമെന്ന്. ദൈവരാജ്യത്തിൽ എങ്ങനെയെങ്കിലും കടക്കാൻ കഴിഞ്ഞാൽ അവർ അവസാനമായിരിക്കും. അല്പകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവനാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മനുഷ്യൻ്റെ മുമ്പാകെ വലിയവനാകാൻ ഒരാഗ്രഹവുമില്ല. മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാനായിട്ട് അവർക്കൊരു താല്പര്യവുമില്ല. അവർ മറഞ്ഞിരിക്കാനും കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാനും ആഗ്രഹിക്കുന്നു. അവരുടെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമാണ് അവരുടെ ആഗ്രഹം. എത്ര വേദനാജനകമാണെങ്കിലും മൗനമായിട്ട് അവർ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ അത് അംഗീകരിക്കുന്നു. രഹസ്യമായി അവൻ്റെ വചനം അവർ പഠിക്കുന്നു. അവൻ്റെ ഹൃദയം അറിയാനും അവനെ പ്രസാദിപ്പിക്കാനും അവരാഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിരാശപ്പെട്ടു പോകരുത്. കർത്താവ് മടങ്ങി വരുമ്പം അവൻ നിങ്ങൾക്കായിട്ട് വലിയ പ്രതിഫലം കരുതി വച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങ് വിലമതിക്കുന്നതിനെ വിലമതിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. നീ പുകഴ്ത്തുന്നതിനെ പുകഴ്ത്താനായിട്ട് സഹായിക്കണേ. അങ്ങയെ നോക്കി ഓടാനാണല്ലോ അവിടുന്ന് ഞങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അങ്ങയുടെ 3.5 കൊല്ലത്തെ ജീവിതത്തെക്കാൾ അങ്ങയുടെ 30 കൊല്ലത്തെ ജീവിതം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ജീവിച്ച പോലെ ഈ ഓട്ടം ഓടാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.